ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാത്ത സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക്? പലപ്പോഴും നമുക്കിതൊരു അവോയ്ഡൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകും, പക്ഷേ ഇതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പലർക്കും ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ ഫോബിയ ഒക്കെ ഉള്ള ആൾക്കാർ, അവർക്ക് ഫോണിൽ സംസാരിക്കുക എന്നുള്ളത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ഫറ്റീഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഡോക്ടേഴ്സ് ആവട്ടെ, സെയിൽസിലുള്ളവരാവട്ടെ, ജോലി സമയത്ത് നിരന്തരമായ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാരണം പിന്നീട് മൊബൈൽ ഫോണിൽ വരുന്ന കോൾസ്, നോട്ടിഫിക്കേഷൻസ്, മെസ്സേജസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ അവരുടെ മൈൻഡ് താല്പര്യം കാണിക്കില്ല. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് വരുന്ന കോൾസ്, മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിങ്ങളൊരു പ്രത്യേക സമയം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവൈലബിൾ ആകുന്ന സമയം ഏതാണെന്നുള്ളത് നിങ്ങൾ സ്റ്റോറിയോ അല്ലെങ്കിൽ ഇട്ടിട്ട് ആൾക്കാരെ അറിയിക്കുക. ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു ഡീടോക്സ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഫറ്റീഗ് മാറാൻ വേണ്ടിയിട്ട് ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ഇത്തരം സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അവോയ്ഡൻസ് ആയിട്ട് കണക്കാക്കാതെ അവരുടെ ഫ്രീ ടൈം നോക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവർ തരുന്ന റിപ്ലൈക്ക് ഒരു വാല്യൂ കൽപ്പിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മറ്റ് മാർഗത്തിലൂടെ, മെയിൽ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുക. കാരണം അവരത് ഇഷ്ടപ്പെടും. ഞാൻ ഏകദേശം ഇത്തരം ഒരു സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഫോൺ കോൾസ് ഒന്നും ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് മെസ്സേജസ് ഒക്കെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെ കുറിച്ച് ഓർത്താൽ മതി. ഇത്തരം സ്വഭാവം കാണിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക.